ആർക്കെങ്കിലും പാതയം കൊടുക്കാൻ പോയായിരുന്നു? എന്താടാ? അല്ല, ഈ പാതയമേ, പൊതിച്ചോറ്. സ്വപ്നങ്ങളുടെ പാതയം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ മരണം വാഴയിലെ പൊതിഞ്ഞു കെട്ടി കൊടുക്കുന്നവളല്ലേ നീയും നിന്റെ അമ്മായപ്പം മണകുണനും ഒക്കെ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഒരനാവശ്യവും ഇല്ല. നടേശന്റെ ഉള്ളിൽ ചെന്ന വിഷം നീയൊക്കെ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോയ ചോറിൽ നിന്നാണെന്ന് പോലീസിന് ഏതാണ്ടൊക്കെ ബോധ്യമായിട്ടുണ്ട്. അത് പോലീസ് തെളിയിക്കുകയും ചെയ്യും. അമ്മായപ്പനും മരുമോളും അഴിക്കുള്ളിൽ കടന്ന് നക്ഷത്രക്കാലെണ്ണി കളിക്കും. കണ്ടോ? ചന്ദ്രലേഖയുടെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ നീയാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഞാനോ? അയാളെ എത്തിട്ട് എനിക്കെന്ത് കാര്യം? വൻമരം വീണാൽ ഭൂമിയൊന്ന് കുലുങ്ങുമല്ലോ. ആ മരത്തിനടിയിൽ പെട്ട് നീ ലക്ഷ്യം വെക്കുന്ന ആരെങ്കിലും ചത്തരഞ്ഞാൽ അതും ലാഭം. ആരാണ് മഴ എറിഞ്ഞെന്ന് ആർക്കും മനസ്സിലാവത്തുമില്ല. എന്താടാ ശരത്തെ? ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ പറയടാ. പുതിയ ആരോപണം വല്ലതും ആണെങ്കിൽ അതും കൂടി ചേർത്ത് പറയും. ഒറ്റയടിക്ക് കേൾക്കല്ലോ. നടേശ സാറേ, ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതന്നായിരുന്നു എനിക്ക് മെച്ചം. ഒരൽപ്പം തുരുമ്പിച്ചായിരുന്നെങ്കിലും എനിക്കൊരു ആയുധം നഷ്ടമായി. അതും നിനക്കെതിരെയുള്ള ആയുധം. സാരമില്ല, രാഗി മിനുക്കിയെടുത്ത നടേശന്റെ 10 ഇരട്ടി മൂർച്ചയുണ്ട് ചന്ദ്രലേഖയ്ക്ക്. നിന്റെ മനോഹരനെ കഴുത്തറുത്തെടുക്കാൻ അവള് മാത്രം മതി. കരുതിയിരുന്നോ നീ?